families, this is Ardi. Welcome back to our channel. അപ്പം ഇന്ന് നമ്മൾ ഒരു വ്ളോഗാണെന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഇന്ന് ഈ വ്ളോഗിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊച്ചു സന്തോഷം നടന്നിരിക്കുകയാണ്. എന്താ പറയുക, ആക്ച്വലി എൻ്റെ ഏട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണ്ട, കാരണമെന്ന് വെച്ചാൽ ഏട്ടന് ഭയങ്കര നാണം ഈ ഇങ്ങനെ എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും പറ്റില്ല, കാരണം നമ്മളെ ജീവിതത്തിൽ എന്ത് സന്തോഷം നടന്നാലും, കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഒറ്റ ഫാമിലി ആണല്ലോ, അപ്പം നമ്മളെ ജീവിതത്തിൽ എന്ത് സന്തോഷം നടന്നാലും എന്ത് ദുഃഖം നടന്നാലും അത് ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സന്തോഷകാര്യവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. നമ്മളെ പുറത്ത് വരയ്ക്കും ഇത് ആക്ച്വലി ഒരു സന്തോഷം തന്നെ. സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ, എൻ്റെ ഏട്ടൻ വർക്ക് ചെയ്യുന്നത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ അവിടെ ഈ കുറച്ച് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പല മത്സരങ്ങളുണ്ടായിരുന്നു, കഥാരചന, അങ്ങനെ പല മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഏട്ടൻ പങ്കെടുത്തത് ഡോക്യുമെൻ്ററി, ലൈബ്രറിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക എന്നാണ് എൻ്റെ ഏട്ടൻ. അതിലാണ് ആക്ച്വലി എൻ്റെ ഏട്ടൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഡോക്യുമെൻ്ററി സബ്മിറ്റ് ചെയ്തു, ഫൈനലൈസ്ഡ് ഡോക്യുമെൻ്ററി സബ്മിറ്റ് ചെയ്തു ലൈബ്രറിയെക്കുറിച്ച്. അപ്പം ഇന്ന് അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ആക്ച്വലി. അപ്പം പ്രൈസ് ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചപ്പം ഏട്ടൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഏട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നതൊരു കാര്യം, അമ്മു നമുക്ക് പ്രൈസ് കിട്ടാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അപ്പോൾ നമുക്കതിലൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. നമ്മൾ പുതിയ യൂട്യൂബ് എടുക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ നമുക്ക്, കാരണം പബ്ലിക്കലി ഞാൻ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റേതായ പേടികളുണ്ട്. എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഓരോ ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഏട്ടനാണ് പറഞ്ഞത്, അമ്മൂന്ന് പേടിക്കണ്ട, നമുക്ക് പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് എക്സ്പീരിയൻസ് ആവുമല്ലോ, അതാണല്ലോ നമുക്ക് ഏറ്റവും വലുതെന്ന് എനിക്ക് ഏട്ടനാണ് ആക്ച്വലി ഭയങ്കര വലിയ മോട്ടിവേഷനിൽ തന്ന് അങ്ങനെയൊക്കെ ചെയ്തു. ആക്ച്വലി അന്നത്തെ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. എൻ്റെ ആക്ച്വലി പേടി എന്ന് പറഞ്ഞൊരു സാധനം, പബ്ലിക്കലി എൻ്റെ ഒരു പേടി കുറച്ചത് എൻ്റെ ഏട്ടനാണ്. എനിക്കൊന്ന് ഈവനിങ് ആണ് അവിടുത്തെ ഫംഗ്ഷൻ. എനിക്കൊരു ആഗ്രഹമാണ്, കാരണം എൻ്റെ ഏട്ടൻ പ്രൈസ് പോയി വാങ്ങുന്നത് ഞാൻ കാണണം, അതിന് ഞാൻ ക്ലാപ്പ് അടിക്കണം, ഏട്ടൻ റോക്സ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം നമുക്ക് ഇവിടെ എന്നെ കൊണ്ടുപോകാൻ അച്ഛനുണ്ട്, ബട്ട് അച്ഛൻ ഓഫീസിൽ പോയി, ഏട്ടൻ അവിടെ പൂവച്ചലാണ്. അപ്പം നമ്മളെ വീടും പൂവച്ചലായിട്ട് ഭയങ്കര ദൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമാണ്. അപ്പോൾ എന്തായാലും ഏട്ടൻ ഇവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഏട്ടൻ പ്രൈസ് പോയി വാങ്ങുന്നത് എനിക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ബസ് പിടിച്ച് 2 ബസ് എനിക്ക് കയറണം. 2 ബസ് കയറിയിട്ട് വേണം കാട്ടാക്കടയിൽ ഇറങ്ങും. ട്രിവാൻഡ്രത്ത് കാട്ടാക്കട ഇറങ്ങും. കാട്ടാക്കടയിൽ നിന്ന് എൻ്റെ ഏട്ടൻ വരുമെന്ന് പറഞ്ഞു വിളിക്കാൻ. ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. മാസ്ക് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഉറങ്ങുകയാണ്. അപ്പം അമ്മ ഉറങ്ങുന്നു, മാൾ ഇവിടെ ഉണ്ട്, കിങ്ങിണിയുണ്ട്. കിങ്ങിണി ടാറ്റാ, അമ്മ പോണേ. ലുക്ക് ഹൂ ഇസ് ദിസ്, കിങ്ങിണി മൊട്ടച്ചിയായി ഗൈസ്. കിങ്ങിണി ഇങ്ങനെ മൊട്ടച്ചി ആയിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഓ മുത്തേ, ഓ ഓ ഓ ഓ ഓക്കെ. സോ അവൾ മൊട്ടച്ചി ആയിരിക്കുകയാണ്. അവളെ മുടി വെട്ടി. കിങ്ങിണി അമ്മ പോയിട്ട് വരാം. കിങ്ങിണി അമ്മ ചാച്ചാ, അമ്മ പോയിട്ട് വരാമേ. ലവ് യു, ടേക്ക് കെയർ ഉമ്മ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ കാട്ടാക്കട ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട ട്രിപ്പ് പോലെയാണ് ഇരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൻറ്റിയൊക്കെ എന്നെ തട്ടി വിളിക്കും. ഇതാ നോക്കിയത് ആര് വന്നേക്ക്, നമ്മൾ സ്റ്റാർ ഓഫ് ദി ഡേ വന്നിരിക്കുകയാണ്. സോ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇപ്പോൾ അതാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവൻറ്റ് ഫംഗ്ഷനിലോട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് കേട്ടോ നമ്മൾ ഗവൺമെൻറ് UP സ്കൂൾ പൂവച്ചലിൽ. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പൂവച്ചൽ ഖാദർ സാറിൻ്റെ അനുസ്മരണ ചടങ്ങ് കൂടെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത് കേട്ടോ. ഭയങ്കര ടെൻഷനിലാണ് ഞാൻ മൊത്തം ഇരിക്കുന്നത് പോലും. ഇതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. സുഭാഷ് ബ്രോ, കണ്ണാടിക്കാരൻ, താടിക്കാരൻ അരുൺ ബ്രോ, അപ്പുറത്തിരിക്കുന്നത് നാസറുദ്ദീൻ അങ്കിൾ ആൻഡ് ആ കുഞ്ഞുപ്പൻ ജസൽ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സുഭാഷ് ബ്രോയിനെയും അരുൺ ബ്രോയാണ്. കാരണം അവർ രണ്ടുപേരും ഭയങ്കര കോമഡീസാണ്, പാവമാണ്, ഭയങ്കര കോമഡീസുമാണ്. പക്ഷെ കള്ളന്മാർ നേരത്തെ പോയി. ചിറകറ്റ കുയിലിനോടാണ് എൻ്റെ യുദ്ധം എന്നെഴുതിയ പൂവച്ചൽ ഖാദറിനെ ഓർത്തുകൊണ്ട് യുദ്ധത്തിനെതിരെയുള്ള ബാഗ്ദാദ് എന്ന കവിതയുടെ കുറച്ച് വരികൾ. അങ്ങനെ ഒരു നീണ്ട കുറേ പ്രസംഗങ്ങൾക്ക് ശേഷം പുസ്തക പ്രകാശനവും കഴിഞ്ഞിട്ട് നമ്മൾ ആ സമ്മാന ചടങ്ങിലോട്ട് പോവുകയാണ്.
എനിക്ക് ഈ ടൈം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അജയ് ആരതി മോഹൻ. നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫും കാര്യവും ചേർന്നതാണ്. ഓക്കെ. സോ ഗൈസ് ഫൈനലി ഇതാ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇനി നമുക്ക് അമ്മയുടെയും അച്ഛൻ്റെ റിയാക്ഷൻ, നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്ന റിയാക്ഷൻ. ബൈ ദ വേ നമുക്ക് ഡോക്യുമെൻ്ററിക്ക് നമുക്ക് ഫസ്റ്റ് പ്രൈസാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. സോ എക്സൈറ്റഡ്. യെസ്, അപ്പോൾ നമുക്ക് അമ്മയുടെ അച്ഛൻ്റെയും മാളുവിൻ്റെയും റിയാക്ഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഒരാളെ കാണാൻ വേണ്ടി പറ്റും. നമ്മളെ കിങ്ങിണിയായിരിക്കും നമ്മളെ ഫ്രണ്ടിൽ വന്നേക്കുന്നത്, നമ്മളെ ആനയൊക്കെ. ഒരാൾ എവിടെയും തടോ. Come on my baby. നമുക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. എടുക്കാനാണ് ഈ കാണിക്കുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കുഞ്ഞു. സോ ഗായ്സ്, ദാ നമ്മൾ അമ്മയ്ക്ക് നമ്മളെ പ്രൈസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മ, നമുക്ക് ഏത് സമ്മാനമാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ? യാ, ഫസ്റ്റാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് അല്ല അമ്മ കിട്ടിയത്, കോൺസലേഷൻ പ്രൈസാണ് അമ്മ. ചുമ്മാ നമുക്ക് ഫസ്റ്റ് പ്രൈസ്. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. അമ്മേരെ മോൻ പ്രൈസ് വാങ്ങിച്ചതെന്നുള്ള സന്തോഷമുണ്ട്. മോനും മോളും പറഞ്ഞതിന് ഇത് പറഞ്ഞോളൂ. സന്തോഷമുണ്ടല്ലേ, നമ്മൾ ഇതിൽ ചേർന്നപ്പോൾ കയറിയിട്ട് ഒന്ന് കിട്ടിയതുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഓക്കെ. ആർ യു പ്രൗഡ് ഓഫ് us? പ്രൗഡ്. പ്രൗഡ്. ഓക്കെ. ഇനി മാളൂന് നമ്മൾ അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും കിട്ടാൻ വേണ്ടി. നമ്മൾ വേണമെങ്കിൽ ചോദിച്ചോക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആ കാര്യം. പിന്നെ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഷോക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ നേരത്തെ വിചാരിച്ചതാണ്. ഓക്കെ, രണ്ട് വാക്കുകൾ പറയൂ. ഓഫ് കോഴ്സ് സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ആർ യു പ്രൗഡ് ഫോർ യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ? ഓഫ് കോഴ്സ് യെസ്. കിട്ടി മക്കളെ, കിട്ടി. ഫൈനലി നമുക്ക് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. സത്യം പറയാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പ്രോത്സാഹന സമ്മാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്നും വിഷമിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കാരണം ഏത് സമ്മാനം കിട്ടിയാലും കുഴപ്പമില്ലല്ലോ എന്ന് എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങ് വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തു, എന്തോന്നാ ഇങ്ങനത്തെ മത്സരിച്ചതൊക്കെ ഫ്രണ്ടിൽ ഇനി അടുത്ത സമ്മാന ചടങ്ങിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൈഡിലോട്ട് ചെന്നപ്പം ലൈബ്രറി ഡോക്യുമെൻ്ററി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അജയ് ആൻഡ് ആരതി മോഹൻ എന്ന് പറയുമ്പോൾ സത്യമാണ് എൻ്റെ മനസ്സിൽ കിളിപ്പോയത്. കാരണം നമ്മൾ പ്രോത്സാഹനം പ്രതീക്ഷയിൽ ചെയ്യുന്നത് സത്യമാണ്. അത് ശരിക്കും എന്തൊരു കണ്ണിലൊക്കെ ഇങ്ങനെ പൊന്നിച്ച ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം അങ്ങനെ നമ്മൾ അകത്തോട്ട് പോയി. ഇല്ല, നമ്മൾ പ്രൈസ് അങ്ങോട്ട് പോയപ്പം സത്യം പറയല്ലേ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. എൻ്റെ രണ്ട് ചൂണ്ടിങ്ങനെ വിറച്ചുകൊണ്ടാണ് എന്നിട്ട് കണ്ണിൽ മൊത്തം സൂര്യപ്രകാശം മാത്രം. എന്നാലും എനിക്ക് ഭയങ്കര ഹൈ BP ഒക്കെ കൂടി ഇത്രയും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം അല്ലേ ആച്ചി? ഇവ വീഡിയോ നോക്കിയില്ലെന്ന് പറഞ്ഞാ ശരിക്കും ഭയങ്കര വിറയില്ലായിരുന്നല്ലേ. എന്നാലും വി ആർ പ്രൗഡ് ഓഫ് ദിസ്. ഇനിയും ഇതേപോലെ കുറെ ഗിഫ്റ്റ് വാങ്ങണം, കുറെ പ്രൈസസ്. എനിക്ക് ഗിഫ്റ്റും വേണം. ഗിഫ്റ്റും പ്രൈസ് ഇതേപോലത്തെ നല്ല നല്ല പ്രൈസസ് വാങ്ങണം. അതേപോലെ ഗിഫ്റ്റ്സ് വാങ്ങണം. അല്ല, ഗിഫ്റ്റ് വേണ്ട, ഇതേപോലത്തെ നല്ല നല്ല പ്രൈസസ് വാങ്ങണം. അങ്ങനെ കുറെ ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ നമുക്ക് എത്തണം അല്ലേ അമ്മ? യെസ്, എത്തണം. സോ ഇനി നമുക്ക് ഇനി ഇതേപോലത്തെ കുറെ പ്രൈസും അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും വലിയൊരു പ്രൈസാണ് എന്തോന്നു? യെസ്, യൂട്യൂബ് ഹിറ്റാക്കി സക്സസ് ആയി അതിൽ പ്ലേ ബട്ടൺസ് ഒക്കെ നമുക്ക് ഈ വോളിൽ ഇങ്ങനെ നിറച്ച് വയ്ക്കണം. അത് നമ്മൾ ഏറ്റവും വലിയ ഡ്രീമാണ്. സോ ആ ഡ്രീം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സോ എങ്ങനെ നമ്മൾ പാരൻസിനെ നമുക്ക് പ്രൗഡ് ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാം. So yeah, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. This is Aarti signing off. And backly Kingini. Yeah, Kingini and Amma. Okay. Ta-ta.